Everyone, welcome to next video lecture of data structure using C, traversing a binary tree. What is traversing a binary tree? Traversing a binary tree is a process of visiting each node in the tree exactly once in a systematic way. Tree traversal എന്ന് പറഞ്ഞാൽ ട്രീയിലെ എല്ലാ നോഡ്സും എക്സാക്ട്ലി ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യുക. അതും ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ വിസിറ്റ് ചെയ്യാം. അപ്പൊ എല്ലാ നോഡ്സും ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രീ ട്രാവേഴ്സൽ അല്ലെങ്കിൽ ട്രാവേഴ്സിംഗ് എ ബൈനറി ട്രീ എന്ന് പറയുന്നത്. In case of linear data structures in which elements are traversed sequentially, ഒരു linear data structureൽ ട്രാവേഴ്സലിന് വലിയ റെലവൻസ് വരുന്നില്ല. കാരണം നമ്മൾ എലമെന്റ്സ് എല്ലാം sequential മാനറിലാണ് ട്രാവേഴ്സ് ചെയ്യുക. Either from the first element to the last element അല്ലെങ്കിൽ last element to the first element ആണ് ട്രാവേഴ്സ് ചെയ്യുക. But tree is a non-linear data structure in which the elements can be traversed in many different ways. ട്രീ ഒരു നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആണ്. ഒരു ബൈനറി ട്രീ എടുത്താൽ തന്നെ അറിയാം റൂട്ട് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ആദ്യം വിസിറ്റ് ചെയ്യാം അല്ലെ? റൂട്ട് വേണമെങ്കിൽ ആദ്യം വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റ് നോഡ് ആദ്യം വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് നോഡ് ആദ്യം വിസിറ്റ് ചെയ്യാം. സോ ട്രീ ഒരു നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ പല വിധത്തിൽ നമുക്ക് ട്രാവേഴ്സൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. There are different algorithms for tree traversal. പല അൽഗോരിതംസ് ഉണ്ട് ട്രീ ട്രാവേഴ്സലിന്. These algorithms differ in the order in which the nodes are visited. ഏത് ഓർഡറിലാണോ നമ്മൾ നോഡ്സ് വിസിറ്റ് ചെയ്യുന്നത് ആ ഓർഡറിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ചാണ് അൽഗോരിതത്തിലും ചേഞ്ചസ് വരുന്നത്. And there are mainly 4 tree traversal mechanisms, and they are pre-order traversal, in-order traversal, post-order traversal, and level order traversal. Traversal is pre-order traversal. To traverse a non-empty binary tree in pre-order, the following operations are performed recursively at each node. ഓരോ നോഡിലും ഈ പറയുന്ന ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യാണ്. ആദ്യം visit the root node, then traverse the left subtree in pre-order manner, then traverse the right subtree in pre-order manner. അതായത് ലെഫ്റ്റ് സബ്ട്രീയിലും ഈ പ്രീ ഓർഡറിന്റെ റൂൾസ് ഫോളോ ചെയ്യണം. റൂൾ ഇത്രയേ ഉള്ളൂ, റൂട്ട് ലെഫ്റ്റ് റൈറ്റ് എന്ന റൂളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒരു സബ്ട്രീ എടുത്താലും ആ സബ്ട്രീയുടെ റൂട്ട് ആദ്യം വിസിറ്റ് ചെയ്യണം, പിന്നെ ലെഫ്റ്റ്, പിന്നെ റൈറ്റ്. ആദ്യം ഒരു സിമ്പിൾ എക്സാമ്പിളിൽ നോക്കാം. ഈ ഒരു ട്രീ കൺസിഡർ ചെയ്യാം. ഇതിന്റെ റൂട്ട് ആദ്യം വിസിറ്റ് ചെയ്യും, ദെൻ ലെഫ്റ്റ് നോഡ്, ദെൻ ദി റൈറ്റ് നോഡ്. ആൻസർ ഇങ്ങനെയല്ലേ വരിക? ആദ്യം എ എന്ന നോഡ് വിസിറ്റ് ചെയ്തു, ദെൻ ബി, ദെൻ സി. ഈ ഒരു ട്രീ കൺസിഡർ ചെയ്യാം. ഇതിന്റെ ട്രാവേഴ്സൽ എങ്ങനെയായിരിക്കും വരിക? ആദ്യം റൂട്ട് നോഡ് ട്രാവേഴ്സ് ചെയ്തു, ദെൻ പറയുന്നത് എന്താണ്? ലെഫ്റ്റ് സബ് ട്രീ ട്രാവേഴ്സ് ചെയ്യാൻ. ലെഫ്റ്റ് സബ് ട്രീ ഇൻ ദ പ്രീ ഓർഡർ മാനർ. സോ ലെഫ്റ്റ് സബ് ട്രീ പ്രീ ഓർഡറിൽ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ ഇത്രയും ആക്ച്വലി ലെഫ്റ്റ് സബ് ട്രീയാ. ഇതിന് നമ്മൾ പ്രീ ഓർഡർ മെക്കാനിസത്തിൽ വേണം ട്രാവേഴ്സ് ചെയ്യാൻ. സോ നെക്സ്റ്റ് ആരെ ട്രാവേഴ്സ് ചെയ്യും? ഈ സബ് ട്രീയുടെ റൂട്ടിനെ, അതായത് ബി. ബിക്കും ലെഫ്റ്റും ഉണ്ട്, റൈറ്റും ഉണ്ട്. ഇനി ബിയുടെ ഈ ലെഫ്റ്റ് സബ് ട്രീ എഗെയിൻ പ്രീ ഓർഡർ മെക്കാനിസം വെച്ച് ട്രാവേഴ്സ് ചെയ്യണം. സോ ബിയുടെ ലെഫ്റ്റ് അതിനെയും പ്രീ ഓർഡറിൽ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ ആദ്യം റൂട്ട് നോഡ്, അപ്പൊ ഈ ഒരു നോഡാണ് ട്രാവേഴ്സ് ചെയ്യുക. ദെൻ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ വേറെ ആകെ ഒരൊറ്റ നോഡേ ഉള്ളൂ, വേറെ സബ് ട്രീസ് പോലെ ഇല്ല. അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സബ് ട്രീ സിംഗിൾ നോഡ് ആയിട്ടുള്ള സബ് ട്രീ ട്രാവേഴ്സ് ചെയ്യാം. ദെൻ ഈ നോഡിന്റെ ഇത് കഴിഞ്ഞിട്ട് ഈ ഇന്നർ മോസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഔട്ടർ മോസ്റ്റ് പാർട്ടിലോട്ട് കടക്കുകയുള്ളൂ. ഇതിന്റെ റൈറ്റ്, സോ അതിന്റെ റൂട്ട് എന്താണ്? എച്ച് ആണ്. ലെഫ്റ്റ് ഇല്ല, റൈറ്റ് ഉണ്ട്. റൈറ്റ് എൽ ആണ്. അത് ട്രാവേഴ്സ് ചെയ്തു. ദെൻ നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യും. ഇത് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ നോഡിന്റെ ഈ ഒരു ബിയുടെ ലെഫ്റ്റ് ആണ് നമ്മളിപ്പോൾ റിക്കർസീവ്ലി ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞത്. ഇനി ബിയുടെ റൈറ്റ് നോഡായ ഈ ട്രാവേഴ്സ് ചെയ്യും. ഈ ഒരു പോർഷൻ കഴിഞ്ഞാൽ വീണ്ടും ബാക്ക് ട്രാക്ക് ചെയ്ത് പോവുക. എയുടെ ലെഫ്റ്റ് സബ് ട്രീ ട്രാവേഴ്സ് ചെയ്തു. സിമിലർ മെക്കാനിസത്തിൽ റൈറ്റ് സബ് ട്രീയും ട്രാവേഴ്സ് ചെയ്യണം. സോ റൈറ്റ് സബ് ട്രീ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ അതിന്റെ റൂട്ട് ഏതാണ്? സി.
ഇതിന് ലെഫ്റ്റ് പാർട്ട് ഇല്ല, റൈറ്റ് പാർട്ട് ഉണ്ട്. റൈറ്റ് പാർട്ടിന്റെ റൂട്ട് എഫ്, എഫിന് ലെഫ്റ്റ് ഉണ്ട്. സോ സിംഗിൾ നോഡ് ആയതുകൊണ്ട് അത് ട്രാവേഴ്സ് ചെയ്തു. റൈറ്റ് അഗെയിൻ ഇസ് എ സബ് ട്രീ, സോ അതിന്റെ റൂട്ട് ട്രാവേഴ്സ് ചെയ്തു, ജെ ട്രാവേഴ്സ് ചെയ്തു. See the output: A, B, D, G, H, L, E, C, F, I, J and K. ഇങ്ങനെ ഓരോ സബ് ട്രീ എടുത്താലും അതും പ്രീ ഓർഡർ ഫോമിൽ വേണം ട്രാവേഴ്സ് ചെയ്യാൻ. അതുകൊണ്ടാണ് അൽഗോരിതത്തിൽ പ്രീ ഓർഡർ ഓഫ് ലെഫ്റ്റ് സബ് ട്രീ അല്ലെങ്കിൽ പ്രീ ഓർഡർ ഓഫ് റൈറ്റ് സബ് ട്രീ എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് അനദർ എക്സാമ്പിൾ. ഇതെങ്ങനെയായിരിക്കും വരിക? ഫസ്റ്റ് വിസിറ്റ് ദ റൂട്ട്, ദെൻ ലെഫ്റ്റ്. ലെഫ്റ്റിന്റെയും ആ സബ് ട്രീയുടെ റൂട്ടാണ് ആദ്യം വിസിറ്റ് ചെയ്യുക. ദെൻ ലെഫ്റ്റ് ഇല്ല, സോ റൈറ്റിലോട്ട് കിടക്കാം. ഈ ഒരു പാർട്ട് കഴിഞ്ഞു. ദെൻ ഈ ഒരു പോർഷൻ, ഇതിന്റെ റൂട്ട്. ദെൻ ലെഫ്റ്റ് ചൈൽഡ് അഗെയിൻ എ ട്രീ ആണ്, സോ അതിന്റെ റൂട്ട്. ഇതിന്റെ റൈറ്റ് പാർട്ട് അഗെയിൻ എ ട്രീ ആണ്, അതിന്റെ റൂട്ട്. ദെൻ ലെഫ്റ്റ് ചൈൽഡ് അഗെയിൻ എ ട്രീ ആണ്, അതിന്റെ റൂട്ട്. ദെൻ എച്ച്, ദെൻ ഐ. സി എ ബി ഡി സി ഇ എഫ് ജി എച്ച് ആൻഡ് ഐ. ദിസ് ഇസ് ഹൗ pre-order traversal is done. Order traversal, അതിന്റെ വേറൊരു പേരാണ് സിമെട്രിക് ട്രാവേഴ്സൽ. പ്രീ ഓർഡറിൽ റൂട്ട് ലെഫ്റ്റ് റൈറ്റ് എന്ന സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്തത്. എന്നാൽ ഇവിടെ ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ് ട്രീ, then visit the root node and finally traverse the right subtree. ലെഫ്റ്റ് റൂട്ട് റൈറ്റ് എന്നൊരു സ്ട്രാറ്റജിയാണ് ഇവിടെ ഫോളോ ചെയ്യുക. ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ലെഫ്റ്റ് റൂട്ട് റൈറ്റ് ആണെങ്കിൽ എങ്ങനെയാ വരിക? ആദ്യം ബി, പിന്നെ എ, പിന്നെ സി. ഈ ഒരു ഓർഡറിലാണ് ഇൻ ഓർഡർ ട്രാവേഴ്സൽ പോവുക. Now in order traversal for this tree എങ്ങനെയാ വരിക? ഫസ്റ്റ് ലെഫ്റ്റ് സബ് ട്രീ, റൂട്ട് അല്ല ലെഫ്റ്റ് സബ് ട്രീ. ഇത്രയും ലെഫ്റ്റ് സബ് ട്രീയിൽ വരുന്നുണ്ട് അല്ലെ? ഈ ലെഫ്റ്റ് സബ് ട്രീ കൺസിഡർ ചെയ്യുക. അപ്പൊ ഇഗെയിൻ ഈ ലെഫ്റ്റ് സബ് ട്രീയുടെ റൂട്ട് ഇതാണ്, വീണ്ടും ലെഫ്റ്റിലോട്ട് പോണം. സോ ഈ ഒരു പെർട്ടിക്കുലർ ട്രീയുടെ ലെഫ്റ്റ് സബ് ട്രീ വരുമ്പോ ഏതാണ് വരിക? സിംഗിൾ നോഡ് ആയിട്ട് ഇതാണ് വന്നിരിക്കുന്നത്. സോ ജി ആണ് ആദ്യം വിസിറ്റ് ചെയ്യുക. ദെൻ അതിന്റെ പെർട്ടിക്കുലർ ഏത് വിസിറ്റ് ചെയ്യണം? റൂട്ട് നോഡ് ഡി വിസിറ്റ് ചെയ്യണം. ദെൻ റൈറ്റ് എടുക്കുമ്പോൾ നോക്കൂ, എഗെയിൻ ഒരു സബ് ട്രീ ആണ്. സോ ആ സബ് ട്രീ നമ്മൾ ഇൻ ഓർഡർ മാനറിൽ വേണം വിസിറ്റ് ചെയ്യാൻ. ആദ്യം ലെഫ്റ്റ് ഇല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ റൂട്ട് വിസിറ്റ് ചെയ്യാം. ദെൻ റൈറ്റ്. ഇത് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ സബ് ട്രീ കഴിഞ്ഞു. ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ ദെൻ ലെഫ്റ്റ് കഴിഞ്ഞു, നൗ റൂട്ട്, ദെൻ റൈറ്റ്. ദെൻ ഇത്രയും ഭാഗം കഴിഞ്ഞു, ലെഫ്റ്റ് സബ് ട്രീ മൊത്തം കഴിഞ്ഞു. യു ക്യാൻ വിസിറ്റ് റൂട്ട്. Then now visit the right subtree in order fashion. ഈ ഒരു നോഡ്, ഇതിന് ലെഫ്റ്റ് ചൈൽഡ് ഉണ്ടോ നോക്കുക. ലെഫ്റ്റ് ചൈൽഡ് ഒന്നുമില്ല അല്ലെ? സോ നേരെ നമുക്ക് എന്ത് വിസിറ്റ് ചെയ്യാം? റൂട്ട് നോഡ് തന്നെ വിസിറ്റ് ചെയ്യാം. Then റൈറ്റ് എടുക്കുമ്പോൾ again it's a tree. സോ ഈ ഒരു പെർട്ടിക്കുലർ സബ് ട്രീയുടെ ലെഫ്റ്റ് നോഡ് വിസിറ്റ് ചെയ്യാം, റൂട്ട് വിസിറ്റ് ചെയ്യാം. ദെൻ റൈറ്റ് എടുക്കുമ്പോൾ എഗെയിൻ ആ ട്രീ ആണ്, ബട്ട് ഇവിടെ എന്താണ്? ലെഫ്റ്റ് ചൈൽഡ് ആണല്ലേ? അപ്പൊ ലെഫ്റ്റ് റൂട്ട് റൈറ്റ് എന്ന സ്ട്രാറ്റജിയിലെ ഫോളോ ചെയ്യണ്ടേ? ലെഫ്റ്റ് റൂട്ട്. ഓർഡർ നോക്കൂ. സോറി, ട്രാവേഴ്സൽ ഓർഡർ ജി ഡി എച്ച് എൽ ബി ഇ എ C I F K J. Next example. ഇതിന്റെ in order traversal എങ്ങനെയായിരിക്കും വരിക? ലെഫ്റ്റ് സബ് ട്രീ. സോ ലെഫ്റ്റ് ഇല്ല, റൂട്ട്, ദെൻ റൈറ്റ്, ദെൻ റൂട്ട്. റൈറ്റ് സബ് ട്രീ എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് അഗെയിൻ ഇസ് എ സബ് ട്രീ.
ഇതിന് ലെഫ്റ്റ് പാർട്ടില്ല, അപ്പൊ റൂട്ട്. Then right again is a subtree. ഇതിന് ലെഫ്റ്റ് ഉണ്ട്, ലെഫ്റ്റിലേക്ക് പോകുമ്പോ again a subtree. ഇതിന്റെ ലെഫ്റ്റ് റൂട്ട് റൈറ്റ്. Then ഈ പെർട്ടിക്കുലർ ട്രീയുടെ റൂട്ട്. Then ഇവിടെ നമ്മളൊരു ലെഫ്റ്റ് സബ് ട്രീ ആണ് ട്രാവേഴ്സ് ചെയ്ത് തീർന്നേ, അതിന്റെ റൂട്ട്. റൈറ്റ് പാർട്ടില്ല. സോ ഇങ്ങനെയല്ലേ വരിക, ബി ഡി എ, then ഇ, then right ആണ്, right is again a subtree, so H, G, I, F and ultimately C. Next is post order traversal. Post order traversal traverse the left subtree, traverse the right subtree and finally visit the root node. Left subtree post order manner traverse ചെയ്യാം, right subtree post order manner traverse ചെയ്യാം, root node visit ചെയ്യാം. ഇതിന്റെ കേസിൽ ലെഫ്റ്റ് എ, റൈറ്റ് സി, then root A, B, C, A എന്നൊരു മാനറിലാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുക. സോ പോസ്റ്റ് ഓർഡർ എക്സാമ്പിൾ, ലെഫ്റ്റ് റൈറ്റ് റൂട്ട് അല്ലെ. അപ്പൊ ആദ്യം ലെഫ്റ്റ്, ലെഫ്റ്റ് അഗെയിൻ ഒരു സബ് ട്രീ ആണ്, അതിന് ലെഫ്റ്റ് ഉണ്ട്. ഇവിടെ ലെഫ്റ്റ്, then റൈറ്റ് അഗെയിൻ ഒരു സബ് ട്രീ ആണ്, അപ്പൊ അതിന് ലെഫ്റ്റ് ഇല്ല, റൈറ്റ് റൂട്ട്, ലെഫ്റ്റ് റൈറ്റ് ഇതിന്റെ റൂട്ട്, ലെഫ്റ്റ് കഴിഞ്ഞു റൈറ്റ് റൂട്ട്, ലെഫ്റ്റ് കഴിഞ്ഞു റൈറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് റൂട്ട് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ് ഇസ് അഗെയിൻ എ സബ് ട്രീ, സോ വിച്ച് ഇസ് അഗെയിൻ എ സബ് ട്രീ, ലെഫ്റ്റ് റൈറ്റ് ഇസ് അഗെയിൻ എ സബ് ട്രീ, ലെഫ്റ്റ് റൈറ്റ് ഇല്ല, അപ്പൊ റൂട്ട്, ഇത് കഴിഞ്ഞു ഇതിന്റെ റൂട്ട്, ഇത്രയും കഴിഞ്ഞു ഇതിന്റെ റൂട്ട്, ഇത്രയും കഴിഞ്ഞു എന്റെ ആ ട്രീയുടെ റൂട്ട്. സി, ആദ്യം ജി, then L, then H, then D, then E, B, after B, I, K, J, F, C, A. This is an example for post order. Example, left subtree, left ഇല്ല, right root, right subtree, ആദ്യം ലെഫ്റ്റ് വേണം, അപ്പൊ ലെഫ്റ്റ്. ഇനി ഈ ലെഫ്റ്റ് എടുക്കുമ്പോ ഇത് ലെഫ്റ്റ് ഇല്ല, അപ്പൊ റൈറ്റ് എടുക്കുക, റൈറ്റ് അഗെയിൻ എ സബ് ട്രീ. സോ ഈ സബ് ട്രീ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ എച്ച് ഐ ജി, ലെഫ്റ്റ് റൈറ്റ് റൂട്ട്. ദെൻ റൈറ്റ് ഇല്ലാത്തത് കൊണ്ട് റൂട്ട് ട്രാവേഴ്സ് ചെയ്യാം. റൈറ്റ് കഴിഞ്ഞു, സോ നമുക്ക് എന്ത് ചെയ്യാം, റൂട്ട് ട്രാവേഴ്സ് ചെയ്യാം. സോ ഇത്രയും ലെഫ്റ്റ് കഴിഞ്ഞു, റൈറ്റ് ഇല്ല, സോ യു ക്യാൻ ട്രാവേഴ്സ് റൂട്ട്. ലെഫ്റ്റ് റൈറ്റ് സൈഡ് മൊത്തം കഴിഞ്ഞു, നൗ യു ക്യാൻ ട്രാവേഴ്സ് ദി റൂട്ട്. സി, ഡി, ബി, എച്ച്, ഐ, ജി, F, E, C and A. Next traversal is level order traversal. In level order traversal, all the nodes at a level are accessed before going to the next level. This algorithm is also called breadth first traversal algorithm. ഒരു ലെവലിലെ എല്ലാ നോഡ്സും ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത ലെവലിലേക്ക് പോകുക. ലെവൽ ഓർഡർ ട്രാവേഴ്സലിന്റെ വേറെ പേരാണ് ബ്രെഡ്ത്ത് ഫസ്റ്റ് ട്രാവേഴ്സൽ അൽഗോരിതം. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ആദ്യം ലെവൽ 0, റൂട്ടിൽ തന്നെ ലെവൽ 0 എന്നല്ലേ പറയാം. അപ്പൊ ആ ലെവലിലെ എല്ലാ നോഡ്സും വിസിറ്റ് ചെയ്യാം. പിന്നെ ലെവൽ 1 എല്ലാ നോഡ്സും വിസിറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ വരെ എ ബി സി. സോ വിൽ സീ മോർ എക്സാമ്പിൾസ് ഫോർ ലെവൽ ഓർഡർ ട്രാവേഴ്സൽ. കൺസിഡർ ദ ട്രീ. ഇതിന്റെ ലെവൽ ഓർഡർ ട്രാവേഴ്സൽ എങ്ങനെയാ വരിക? ആദ്യം ലെവൽ 0 എ, പിന്നെ ലെവൽ 1 ബി സി, പിന്നെ ഡി ഇ എഫ്, പിന്നെ ജി എച്ച് ഐ ജെ ജെ കെ. സി ദ ആൻസർ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ എൽ കെ. വൺ മോർ എക്സാമ്പിൾ നോക്കാം. ഇവിടെയാണെങ്കിൽ എ ബി സി ഡി ഇ എഫ് ജി
HI. ഇങ്ങനെയാണ് വരിക. We have covered 4 traversal mechanism: pre-order, in-order, post-order and level order. Thank you for watching.